ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ നമ്മുടെ UGC NTA നെറ്റ് കൊമേഴ്സിൻ്റെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. നെറ്റ് JRF ക്ലിയർ ചെയ്യുന്നതിൽ ഏറ്റവും ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിലബസ് അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്, സിലബസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതൊരു ആസ്പിറൻറ്റും സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാനായിട്ട്. നമ്മൾ സിലബസിനുള്ളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മസ്റ്റായിട്ടും പഠിക്കണം. എന്നാൽ സിലബസിന് പുറമേക്ക് ഉള്ളതൊന്നും പഠിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു 6 മാസത്തെ ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്ട്രിക്റ്റായി ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചെറിയ ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് ഇത് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിനെ യൂണിറ്റ് ബൈ യൂണിറ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് ആണ്. ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് അതുപോലെ തന്നെ നമ്മുടെ കറൻ്റ്ലി ഉള്ള ബിസിനസ് എൻവിറോൺമെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു യൂണിറ്റാണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്താണ്, മാക്രോ എൻവിറോൺമെൻറ്റ്, ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ്, എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ്, മാക്രോ മൈക്രോ, അതുപോലെ തന്നെ WTO, IMF, ഗ്ലോബലൈസേഷൻ, FDI, FPI, ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ആണ് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്ലസ് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നോർമലി ചോദിച്ച് വരാറുള്ളത്. അതുപോലെ തന്നെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, PYQ ബേസ് ചെയ്തുകൊണ്ട് നോക്കി പഠിക്കുകയും വേണം. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വാരിയസ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. നമുക്കറിയാം ഒരുപാട് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട് അല്ലേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് അക്കൗണ്ടിങ്ങുകളും നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുണ്ട്. അതിലൂടെയാണ് ഈ ഒരു മൊഡ്യൂൾ പോകുന്നത്. പ്ലസ് നമുക്ക് ഓഡിറ്റിങ് അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പോലുള്ള കുറച്ച് ടോപ്പിക്സും കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണിത്. കാരണം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. പ്ലസ് ന്യൂമറിക്കൽ അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസും ഇതിന്ന് ചോദിക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ആൻഡ് JRF ഒക്കെ എയിം ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് JRF ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് ബിസിനസ് എക്കണോമിക്സ് ആണ്. ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ലോജിക്ക് വെച്ച് നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ലോജിക്ക് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് എക്കണോമിക്സിലെ ലോസ്, കർവ്സ്, അത്തരം കാര്യങ്ങൾ നമ്മൾ തറോ ആയിട്ട് പഠിച്ചു വെച്ചാൽ മാത്രം മതി. അതിന് ഒരു ആപ്ലിക്കേഷൻ ലെവലിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലോജിക്കലി എന്ത് ചെയ്യുക, ഈ ഒരു തിയറീസിന് ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ് എക്കണോമിക്സിലെ കംപ്ലീറ്റ് മാർക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് ബിസിനസ് ഫിനാൻസ് ആണ്. ഇതും നമ്മൾ അക്കൗണ്ടിങ് പറഞ്ഞതുപോലെ ന്യൂമറിക്കൽ പ്ലസ് നമ്മുടെ തിയറി ആസ്പെക്റ്റ് വരുന്ന ഒരു പേപ്പറാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാപിറ്റൽ ബജറ്റിംഗ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫിനാൻസ്, അത്തരത്തിലുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് ബിസിനസ് ഫിനാൻസ് എന്നുള്ള യൂണിറ്റിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇവിടെയും നമുക്ക് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്, അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 5th യൂണിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി എന്നുള്ള ഒരു യൂണിറ്റ് ആണ്. ഇത് മോസ്റ്റ് ഓഫ് ദ കുട്ടികളും ഒരു പേടി സ്വപ്നമായിട്ട് കാണുന്ന ഒരു യൂണിറ്റ് ആണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. പക്ഷേ ഇതിലും ഈ പറയുന്ന പോലെ ലോജിക്ക് വെച്ച് കോൺസെപ്റ്റ് ക്ലിയർ ആണ് എങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് അത് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് JRF ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഈ ഒരു ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, ഓക്കെ, അതുപോലെ തന്നെ റിഗ്രഷൻ, കോറിലേഷൻ, പ്രോബബിലിറ്റി, ഡിസ്ട്രിബ്യൂഷൻസ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ റിസർച്ച് ആസ്പെക്റ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 6 നമ്മുടെ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് HRM ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണിത്. ഫുള്ളി തിയറി ആസ്പെക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. പ്ലസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ ഈ തിയറി ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഹിൻ്റൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിനെ
അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഓക്കെ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ, അതുപോലെ തന്നെ HRMലെ കുറച്ച് കോൺസെപ്റ്റുകൾ, ഇത് റിപ്പീറ്റഡ്ലി ഫ്രീക്വൻ്റ്ലി ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പം അത്തരം ടോപ്പിക്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, PYQ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ മൊത്തത്തിൽ പഠിക്കാനായിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, അതിലുള്ള റെഗുലേറ്റേഴ്സ് RBI, SEBI, അതുപോലെ തന്നെ IRDA, അപ്പം അത്തരത്തിലുള്ള റെഗുലേറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് നോക്കണം. ഓക്കെ, ഇതിൽ നമുക്ക് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരും, അതുപോലെ തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള ഇയർ ഒക്കെ ചോദിച്ചുകൊണ്ടും ക്രോണോളജി ഒക്കെ ചോദിച്ചിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടായിട്ട് ഇത്തരം ഇയേഴ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കാനായിട്ട് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതും കംപ്ലീറ്റ്ലി തിയറി ആസ്പെക്റ്റിലുള്ള ഒരു യൂണിറ്റ് ആണ്. അവിടെ നമുക്ക് മെയിൻലി ആ ഒരു മൊഡ്യൂൾ പോകുന്നത് മാർക്കറ്റിംഗ് മിക്സ് അറിയാലോ. ഓക്കെ, 4 P's ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, ആ ഒരു 4 P's ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പ്ലസ് നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, ന്യൂ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ആപ്ലിക്കേഷൻ ലെവൽ പ്ലസ് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് നിന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് ആണ്. ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസിൻ്റെ അകത്ത് ഒരു 10 or 12 ആക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കൊമേഴ്സ് ആൻഡ് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു 10-12 ആക്ട്സുകളാണ് നമ്മൾ ഈ ഒരു ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിൽ വരുന്നതാണ് കോൺട്രാക്ട് ആക്ട്, അതുപോലെ തന്നെ ITR, IPR, ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, അതുപോലെ തന്നെ RTA ആക്ട്, പിന്നെ GST, അത്തരത്തിലുള്ള കുറച്ച് ആക്ടുകളെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇതിലും നമ്മൾ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അതുപോലെ തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള സെക്ഷൻസ് ചോദിക്കുക, സെക്ഷൻസ് അറേഞ്ച് ചെയ്യാനായിട്ട് ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് നിന്ന് വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് എന്നുള്ളതാണ്. നമ്മൾ ഡിഗ്രി അതുപോലെ തന്നെ നമ്മുടെ PG കാലഘട്ടങ്ങളിൽ പഠിച്ചിട്ടുള്ള ടാക്സിലെ കോൺസെപ്റ്റുകൾ ഇതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, നമ്മളിപ്പം ഓരോരോ ബഡ്ജറ്റ് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ വരാറുണ്ട്. സോ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, അതിൻ്റെ സിലബസ് എപ്പോഴും, അതുപോലെ തന്നെ അതിലെ ടോപ്പിക്സ്, അതിലെ സെക്ഷൻസ്, സ്റ്റാൻഡേർഡ്സ്, ഡിഡക്ഷൻസ് കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, നമ്മൾ മുന്നേ പഠിച്ച അതേ ഡിഡക്ഷൻസ് കാര്യങ്ങളായിരിക്കില്ല. സോ അതിൽ വരുന്ന മാറ്റങ്ങൾ നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് നോക്കണം. ഓക്കെ, അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ പ്രോബ്ലം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. സോ നമ്മൾ അതിനെ കൃത്യമായിട്ട് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇൻകം ടാക്സും വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയാണ് നമ്മുടെ സിലബസ് അനാലിസിസിൽ നമ്മൾ നോക്കാനുള്ളത്. അപ്പം നമ്മൾ കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ നെറ്റ് അല്ലെങ്കിൽ JRF എന്ന് പറയുന്നത്. സിലബസ് കുറച്ച് വാസ്റ്റ് ആണ്, പക്ഷെ അതെന്തല്ല, ഇമ്പോസിബിൾ അല്ല. ഓക്കെ, അങ്ങനെ ഇമ്പോസിബിൾ ആയിരുന്നെങ്കിൽ ഒരു കുട്ടി പോലും ആ JRF എന്നുള്ളതോ നെറ്റ് എന്നുള്ളതോ ക്രാക്ക് ചെയ്യില്ലായിരുന്നു. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് തീർച്ചയായിട്ടും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയാണുള്ളത്. താങ്ക് യു ഓൾ.